മന്ത്രവാദവും ആഭിചാരവും കൊണ്ട് കേരളം സമ്പൽ സമൃദ്ധമാകും എന്നാണ് സർക്കാർ കരുതുന്നത്. ഇത് ഇടത് സർക്കാരാണോ അതോ ഇനി മറ്റേതെങ്കിലും സർക്കാരാണോ UP സർക്കാരോ ആണോ എന്നൊക്കെ ചിന്തിച്ച് വിഷണ്ണരായിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രബുദ്ധ കേരളം. കാരണം മറ്റൊന്നുമല്ല, ഹൈക്കോടതിയിൽ ആഭ്യന്തര വകുപ്പ് നിന്ന് ഒരു സത്യവാങ്മൂലം പോയി. എന്താണ്? ആഭിചാര ക്രിയകൾക്കെതിരെയും ദുർമന്ത്രവാദത്തിനെതിരെയുള്ള നിയമനിർമ്മാണം തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, നിങ്ങളപ്പോൾ ഇനി ആഭിചാര ക്രിയകൾക്ക് പിന്നാലെ പോവുകയാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. അവിടെ നിന്നാണ് ഞാൻ ഈ തുടങ്ങുന്നത്. ആഭിചാര ക്രിയകളും അനാചാരങ്ങളും മന്ത്രവാദവും കൊണ്ട് എത്ര മരണങ്ങളാണ് നടന്നത്. 6 വയസ്സുകാരി മുതൽ 60കാരി വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മക്കളില്ലാത്തതിന് അയൽപക്കത്തെ കുട്ടിയെ ബലി കഴിപ്പിച്ച സംഭവം, ഭാര്യയെ കൊന്ന സംഭവം, ഇടുക്കിയിൽ തുടങ്ങി ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം മുതൽ എന്തിന് ഇങ്ങോട്ട് നന്തങ്കോട്, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നന്തങ്കോട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ കേതൽ ജിൻസൺ രാജ ഒരു കുടുംബത്തിലെ സ്വന്തം അപ്പനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും വകവരുത്തിയത് എന്തിനു വേണ്ടിയാണ്? ആചാരം, ദുർമന്ത്രവാദം. ഇലന്തൂരിൽ ദുർമന്ത്രവാദം 2 പേരെ കൊലപ്പെടുത്തിയത്. അതുപോലെ എത്ര കഥകൾ. ഈ ദുർമന്ത്രവാദവും അതുപോലെ ആഭിചാര ക്രിയകളും കേരളത്തിൽ സജീവമാണ്. രോഗം ഭേദമാക്കാനുള്ള ചികിത്സ, വ്യാജ ചികിത്സകൾ, മന്ത്രവാദം നടത്തി നിങ്ങളെ ചികിത്സ ഭേദമാക്കാം എന്ന് പറഞ്ഞ് എത്ര ശിക്ഷകൾ, എത്ര ആളുകളെ മരണത്തിലേക്കും അനാരോഗ്യത്തിലേക്കും തള്ളിവിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇങ്ങനെ സംഭവങ്ങൾ കൂടിയപ്പോഴാണ് 2022 ജസ്റ്റിസ് KT തോമസിനെ അധ്യക്ഷനാക്കി നിയമ പരിഷ്കരണ കമ്മീഷൻ നിയമനിർമ്മാണം തുടങ്ങിയത്. ആഭിചാര നിരോധന നിയമനിർമ്മാണം അത് തുടങ്ങി. എന്നാൽ 2023 ജൂലൈ മാസത്തിൽ സർക്കാർ മന്ത്രിസഭ കൂടി തീരുമാനിച്ചു അത് വേണ്ട. എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. ആ കാര്യമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ, കേരള യുക്തിവാദി സംഘമാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇത് ഒരു നിയമം നിർമ്മിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് പറയണം. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കന്യാകുമാരി, അതായത് പാറശാല മുതൽ കാസർഗോഡ് വരെ നോക്കുമ്പോൾ നിരവധി സംഭവങ്ങൾ നടക്കുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ നമുക്കറിയാം, കഷായം രേഷ്മയുടെ കഥ അറിയാലോ. രേഷ്മ എന്താണ് ചെയ്തത്? രേഷ്മയുടെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട്. ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട്. ആദ്യം കല്യാണം കഴിക്കുന്ന ഭർത്താവ് ദുർമരണപ്പെടും, മരിക്കും. രണ്ടാമത്തെ ഭർത്താവ് മാത്രമേ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതൊരു അന്ധവിശ്വാസമാണ്. ജാതകവശാൽ ഇങ്ങനെയാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം ഒരാളെ കല്യാണം കഴിക്കുക. അങ്ങനെ രേഷ്മ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു, ഒരാളെ പ്രണയിച്ച് കല്യാണം കഴിച്ചു. അയാളെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി. ഇതും ആഭിചാരമാണ്, അന്ധവിശ്വാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഇതേ മാതൃകയിലുള്ള കൊലപാതകങ്ങൾ അരങ്ങേറി പോകുന്നുണ്ട്. ചെറുതും വലുതുമായ സംഭവങ്ങളാണ്. ഒട്ടനവധി സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ നടന്നിട്ടുണ്ട്. വ്യാജ വൈദ്യന്മാർ നിങ്ങളെ ചികിത്സിച്ച് മന്ത്രവാദത്തിലൂടെ നിങ്ങളെ അസുഖം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്നവർ ഇപ്പോഴും ഉണ്ട്. ഓതി മാറ്റാം, അല്ലെങ്കിൽ ഏലസ് കെട്ടി മാറ്റാം എന്ന് പറഞ്ഞ് ചികിത്സ നടത്തുന്ന ആളുകളുണ്ട് ഇപ്പോഴും. ഇതിനൊക്കെ ഒരു അറുതി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇതേ സർക്കാർ തന്നെയാണ് 2022 കമ്മീഷനെ നിയോഗിക്കുന്നതും നിയമനിർമ്മാണം നടത്താൻ തീരുമാനിക്കുന്നതും. എന്നാൽ പിന്നീട് അത് വേണ്ട എന്നും ഇതേ മന്ത്രിസഭ തന്നെ തീരുമാനിക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശം എന്താണ്? ഇനി ജൂലൈ 15 ഈ ഹർജി വീണ്ടും പരിഗണിക്കും. ഏതായാലും ഈ അനാചാരങ്ങളും ആഭിചാര ക്രിയകളും ദുർമന്ത്രവാദമൊന്നും ഒരു പുരോഗമന രാജ്യത്ത്, അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതി വച്ചു പുലർത്തുന്ന ഒരു മാനവിക സമൂഹത്തിൽ ഒരു തലത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ജാതകവും ജാതി വിദ്വേഷവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശാസ്ത്രലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ അല്ല എന്ന് പല ആവർത്തി പലരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആളുകളെ ചികിത്സിക്കുക, ആളുകളുടെ ഭാവി നിർണ്ണയിക്കുക, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്തത് അയൽപക്കക്കാരൻ്റെ കുഴപ്പം കൊണ്ടാണ്, അവൻ്റെ കുട്ടിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും എന്ന് ആരെങ്കിലും പറഞ്ഞ് നരബലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇടുക്കിയിൽ നിങ്ങൾക്കറിയാം എത്ര സംഭവങ്ങൾ. ഇടുക്കിയിൽ കൃഷ്ണനെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ്? ദുർമന്ത്രവാദത്തിൻ്റെ അതിൻ്റെ കൂട്ടുകൾ, അതിൻ്റെ മന്ത്രം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് കൊലപാതകം നടക്കുന്നത്. ഒരു കുടുംബത്തിൽ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ അയൽപക്കത്തെ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം മക്കളില്ല എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രവാദികളെ വരുത്തി ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം. അങ്ങനെ എത്ര സംഭവം. ക്ഷേത്രത്തിൽ ആനയ്ക്ക് ചികിത്സ, ആനയ്ക്ക് അസുഖമായതുകൊണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ കിടന്നുറങ്ങിയ ചെറുപ്പക്കാരനെ കൊന്ന സംഭവം വരെയുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊല ചെയ്ത ആൾ പറയുക, അതായത് നരബലിക്ക് നേതൃത്വം കൊടുത്ത ആൾ പറയുകയാണ്, മനുഷ്യൻ ഇവൻ നിസാരൻ,
ആന എത്രയോ വലിയ മൃഗം, ആനയ്ക്ക് അസുഖം വന്നാൽ ഇവനെ ആർക്ക് വേണം, ഇവനെ നരബലി കൊടുത്തു എന്നാണ് കോടതി പറഞ്ഞത്. അയാളെ സെഷൻസ് കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേരള പോലീസിൻ്റെ ഹിസ്റ്ററിയിലുള്ളതാണ്, നിങ്ങൾക്ക് ചികഞ്ഞു നോക്കിയാൽ കാണാം. അങ്ങനെ ചരിത്രം ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു മോചനം ആളുകൾ ആഗ്രഹിക്കില്ലേ? പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹം, മാനവിക സമൂഹം ആഗ്രഹിക്കും. അതിനനുസരിച്ചൊരു നിയമം നിർമ്മിക്കേണ്ടത് ഒരു ജനായത്ത ഭരണത്തിന് ഉത്തരവാദിത്തമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതാണ് ഹൈക്കോടതി വളരെ ഡെസ്പറേറ്റായിട്ട് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സംഭവം, നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകാൻ പോവുകയാണെന്ന്. ഹൈക്കോടതിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. സർക്കാർ ഇതിന് ജൂലൈ 15 എന്ത് മറുപടി കൊടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.